എനിക്ക് പറ്റുന്നില്ല. എനിക്ക് ആകെ ഓർമ്മ ഉള്ളത് ആ ഗാർബേജിലെ മണവും തലക്കുണ്ടായിരുന്ന വേദനയോ. വേദനയോ? എന്ത് വേദന? ഞാൻ ആ ഗാർബേജിൽ നിന്ന് പുറത്തു വരുമ്പോൾ എൻ്റെ തലയ്ക്ക് നല്ല വേദന ഉണ്ടായിരുന്നു. അതന്നെ തലക്കിട്ട് ആരെങ്കിലും അടിച്ചായിരിക്കും. വെയിറ്റ്. തലക്കടി, പെയിൻ, മെമ്മറി പോയി. ഡോ, ഞാനൊരു നമ്പർ ഇട്ട് നോക്കിയാലോ? ഏറ്റു. താൻ എന്തെങ്കിലും ചെയ്യും. ഓ ഗോഡ്, ഇത് പിന്നെയും പോയോ? എന്ത്? ഓക്കെ ലിസൺ, ഒരാഴ്ച മുമ്പ് ഒരു ഹൈവേയിൽ വെച്ചിട്ടാണ് നമ്മൾ ഫസ്റ്റ് ടൈം കണ്ടത്, ഒരു പുലർച്ചെ. അത് കഴിഞ്ഞ് ഞാൻ മറ്റേ സിദ്ധാർത്ഥ തന്നെ കാണാൻ പോയപ്പോൾ തന്നെ അവിടെ ഇറക്കി വിട്ടു. ഇപ്പൊ ഓർമ്മ വരുന്നുണ്ടോ? ഓക്കെ, താൻ പിന്നെയും എൻ്റെ ഫ്ലാറ്റിലേക്ക് വലിഞ്ഞു കയറി വന്നു. നമ്മൾ തന്നെയും തപ്പി ഈ മൈസൂർ മൊത്തം കറങ്ങി. ഓർമ്മയുണ്ടോ? ഇല്ല. എടോ, തനിക്കെന്തോ മാരക രോഗാണ്. ഡോ, താൻ എന്നെ കല്യാണം കഴിക്കാൻ സമ്മതിച്ചെങ്കിലും തനിക്ക് ഓർമ്മയുണ്ടോ? ഒരു ഓപ്പൺ കാറില്, റെഡ് കളർ. എന്തു പറ്റി? അതിന് ടയർ പിന്നെ പഞ്ചറായോ? കോപ്പ്, ഒരു മരി ആളെ വടിയാക്കരുത്. താൻ ഈ കള്ളത്തിലൊക്കെ എവിടുന്നാണോ പഠിച്ചത്? ഈ പേഷ്യന്റ് എത്രയാണോ? ഓമനക്കുട്ടൻ. അയ്യോ, മൈക്കിൾ. ഓ, അത് മതി. ഞാൻ ബോധമില്ലാതെ കിടന്ന സമയത്ത് തനിക്ക് വേണേ മുങ്ങായിരുന്നു അല്ലേ? ആ, വേണമെങ്കിൽ മുങ്ങായിരുന്നു. എൻ്റെ മമ്മ പോയതിൽ പിന്നെ ഞാൻ പോലും ഓർക്കാറില്ല തന്നു. പക്ഷേ ഇത്തവണ ഇത് എനിക്ക് ആരുടെയും കൂടെ ആഘോഷിക്കണം. വിത്ത് സമ്മൺ ഹു ഇസ് സ്പെഷ്യൽ ടു മീ. എൻ്റെ മമ്മയെ പോലെ. ക്യാൻ യു ബി മൈ സ്പെഷ്യൽ വൺ? സെൽവി, കൊഞ്ചം കേക്ക്. ശേ, രാവിലെ ശശികല വിനോദ് വിളിച്ചു പറഞ്ഞപ്പോഴാണ് ഞാൻ അറിയുന്നത്. അപ്പൊ നീ ശരിക്കും മരിച്ചില്ലല്ലേ? ഇല്ല, ഒരു ചെറിയ ആക്സിഡന്റ്. ആരാ? സിസ്റ്റർ? നോ, വി ആർ മാരിഡ്. നോ. വാട്ട്? അല്ല, ഓ, നിങ്ങൾ എങ്ങനെ പരിചയം? ഇവൻ ഇതുവരെ എന്നെ പറ്റി ഒന്നും പറഞ്ഞിട്ടില്ലേ? നിനക്കിതൊക്കെ എങ്ങനെ സാധിക്കുന്നു ഓമനക്കുട്ടാ? ഞാൻ കുറേയൊക്കെ പറഞ്ഞിരുന്നു, പക്ഷെ ഫുള്ള് പറയാൻ പറ്റില്ല. ആക്ച്വലി ഞങ്ങൾ റൂംമേറ്റ്സ് ആണ് മിസ് ഓമനക്കുട്ടൻ. പിന്നെ എൻ്റെ ഗുരു, മെൻറ്റർ, ഗൈഡ്, അങ്ങനെ എല്ലാം.
ജോലി ഒരുമിച്ചായിരുന്നു ക്ലിൻടോണിക്കയിൽ. ക്ലിൻടോണിക്കലോ? ആ അത് ക്ലിൻടോണിക്കല് ഞാൻ നിന്നോട് പറഞ്ഞില്ലേ? ആ യാ 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 ഒരു പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. മറ്റേ നേയുടെ കാര്യം നിന്റെ വൈഫിനോട് പറയട്ടെ. പേടിക്കണ്ട, പറയില്ല. നിങ്ങൾ എവിടെയാ താമസം? അല്ല, എന്തോ ഒരു കൺഫ്യൂഷൻ പോലെ. അതായത് ഈ ആക്സിഡന്റ് കഴിഞ്ഞിട്ടാണോ കല്യാണം അതോ കല്യാണം കഴിഞ്ഞിട്ടാണോ ആക്സിഡന്റ്? കല്യാണം കഴിഞ്ഞിട്ട് ആ, അപ്പൊ ഇന്നായിരുന്നില്ല കല്യാണം. അപ്പോ ഇന്ന് കല്യാണം കഴിഞ്ഞിട്ട് ഇന്ന് തന്നെ ആക്സിഡന്റ്. അപ്പൊ പിന്നെ പത്രത്തിൽ ന്യൂസ് വന്നത്? ഇന്നത്തെ പത്രത്തിലല്ലേ ന്യൂസ്? ആ ശരിയാ, ഇന്നത്തെ പത്രത്തിലാണല്ലോ ന്യൂസ് വന്നത്. അല്ല ഒന്നുകൂട്ടാ, பாருங்க டின்னருக்கு போலாமா? പോലാം പോലാം. എടാ ഒന്നും വിചാരിക്കരുത്, ഞാൻ 2 ആഴ്ച കഷ്ടപ്പെട്ട മുതലാത് കിട്ടിയ അനച്ച് വിടുന്നില്ല. എന്നാ ചാവി നിങ്ങൾ റൂമിലേക്കല്ലേ, ഞാൻ അങ്ങോട്ട് എത്തിക്കാം. ബേബി ഹാപ്പി ബർത്ത്ഡേ. അങ്ങനെയൊന്നുമില്ല. ആ ശരി, പോയിട്ട് വരാം. എടോ സ്വപ്നം കണ്ട് നിൽക്കാതെ പോയി തപ്പടോ. ലൈസൻസ്, പാൻ കാർഡ്, ക്ലിൻടോണിക്ക. നോക്കണ്ട, അത് താൻ തന്നെയാ. ഞാൻ അന്നേ പറഞ്ഞില്ലേ താൻ മൈക്കിളൊന്നും അല്ലാന്ന്. താൻ ഓമനക്കുട്ടനല്ലേ? എന്താ മാറില്ലേ നീ കൺഫ്യൂഷൻ ഒന്നും? ഇനി എന്താ, നാളെ രാവിലെ തൊട്ട് ഓഫീസിൽ പോവാ. ക്ലിൻടോണിക്ക എന്താ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് ഓമനക്കുട്ടനായി. ഞാൻ ആലോചിച്ചിട്ട് ഈ ഒരു വഴിയേ ഉള്ളൂ. ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ അവിടെ നിന്ന് കിട്ടിക്കോളൂ. ഈ വാതിലും കൂടെ ഒന്ന് മുട്ടി നോക്കാല്ലേ? ആയിരിക്കും. ആരാ? പോലീസോ? താനെന്തിനാ പോലീസിനോട് പേടിക്കുന്നേ? എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിലും അടുത്ത പണി
സെറ്റായിട്ട് പറയാമെന്ന് വിചാരിച്ചിരുന്നതാ. ഏ? ഇന്നലെ നൈറ്റ് ഞാൻ ഫ്ലാറ്റിൽ പോയപ്പോൾ അപ്പ ഉണ്ടായിരുന്നു. ഒന്ന് പൊട്ടിക്കുമെന്നാ വിചാരിച്ചെ. പക്ഷെ ആള് കൂളായിരുന്നു. പിന്നെ തന്നെയും കൂട്ടി ഞാൻ ഡ്രാമ കളിക്കായിരുന്നു എന്ന് അറിഞ്ഞപ്പോൾ നല്ല ദേഷ്യം വന്നു. പക്ഷെ എന്തൊക്കെയായാലും ഏത് നരകത്തിലേക്ക് വേണമെങ്കിൽ പോയിക്കോന്നൊരു പെർമിഷൻ കിട്ടി. ധൈര്യമായിട്ട് ചെല്ലടോ. താൻ കംഫർട്ടബിൾ ആണെന്ന് പറയുന്നവരെ ഞാനിവിടെ ഉണ്ടാവും. എന്തെങ്കിലും പ്രശ്നമാണെങ്കിൽ ഇറങ്ങി പോര്. ബാക്കി നമുക്ക് വരുന്നിടത്ത് വെച്ച് കാണാം. Please, ma'am. താങ്ക് യു സോ മച്ച്. Thank you. Hi, sir. ഏയ് സോറി, ഞാൻ കുറച്ച് ലേറ്റായി. ഏയ് that's okay. ടിക്കറ്റ് ബുക്ക് ചെയ്തു 21st നൈറ്റ്. ആ. പറഞ്ഞില്ലല്ലോ ക്ലിൻറ്റോണിക്ക വിശേഷം. ആ ചന്ദ്രശേഖരനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ബാക്കിയുള്ള എംപ്ലോയീസിനൊക്കെ ക്വസ്റ്റ്യൻ ചെയ്യാൻ കൊണ്ടുപോയി. ചിലപ്പോൾ അതിനായിരിക്കും എന്നെ അന്വേഷിച്ച് പോലീസ് ഉണ്ട്. താനൊരു കാര്യം ചെയ്യും, വീട്ടിലേക്ക് വിട്ടു. അപ്പൻ്റെ മനസ്സ് പറഞ്ഞതിന് മുമ്പ് അതൊക്കെ എഴുതി വാങ്ങിക്കാൻ നോക്കും. എന്നിട്ട് എൻ്റെ ട്രിപ്പ് പ്ലാൻ ചെയ്യും. ഇനിയിപ്പോൾ അത് ലേറ്റ് ആക്കണ്ട. അതൊക്കെ ഞാൻ ചെയ്തോളാം. പക്ഷെ താൻ ഇനി എന്ത് ചെയ്യും? എന്നെ ഓർത്ത് താൻ ഇനി ടെൻഷൻ അടിക്കണ്ട. ഇപ്പം എനിക്ക് എന്തെങ്കിലുമൊക്കെ അറിയാം. താൻ ആരാണെന്ന് എന്നോട് ആരെങ്കിലും ചോദിച്ചാൽ ഞാൻ ഓമനക്കൂട്ടനാണെന്നും താൻ ആരാണെന്നും തിരിച്ചു ചോദിക്കാനുള്ള ബോധമൊക്കെ എനിക്ക് വന്നില്ലേ. ബാക്കി ഞാൻ കണ്ടുപിടിച്ചോ. എങ്ങനെ? എങ്ങനെയെന്ന് എനിക്കറിയില്ല. എങ്ങനെയും കണ്ടുപിടിക്കും. കാര്യം തന്നെ വഴിയിൽ നിന്ന് കളഞ്ഞു കിട്ടിയതൊക്കെ ആണെങ്കിലും എനിക്ക് ചില ഉത്തരവാദിത്തങ്ങളൊക്കെ ഇല്ലേ. തന്നെ ഇപ്പൊ ആരെയാ ഞാനൊന്ന് ഏൽപ്പിക്കുക? PP എവിടെ? പിപിയാ? ഫിലിപ്പ് ലാമൂഡ്. അതെ, ആര്? റിസപ്ഷനിലൊക്കെ ആയിട്ട് പാര. മേഡം മേഡം ഇന്നലെ മേഡത്തിന്റെ കൂടെ വന്ന ആ ബർത്ത്ഡേ அந்த முட்டாளா? அவனை பத்தி பேசாத. എന്തു പറ്റി? பர்த்டே டின்னர்னு சொல்லிட்டு ஹோட்டல்ல கூப்பிட்டான். அதுக்கப்புறம் അയാളിപ്പോ എവിടെയുണ്ട്? எனக்கு அப்படி தெரியும். നീ എന്തൊക്കെയാ ചോദിക്കണേ? വാ. അയാൾ ഇന്നലെ എവിടെയൊക്കെ പോയെന്നറിയോ? நான் என்ன அவன் பொண்டாட்டி நினைச்சியா? இந்தாம்மா, இதை எடுத்துக்கோ. അതെ, ശരിക്കും ഇന്നലെ ആ ഹോട്ടലിൽ എന്താ സംഭവിച്ചത്? അല്ല, വൃത്തികേട് എന്തെങ്കിലും ആണെങ്കിൽ പറയണ്ട അല്ലേ? കാലിൽ എന്താ പറ്റിയേ? എന്താണോ നീ എന്ത് വിചാരിച്ചടി? ഈ ഒടിഞ്ഞ കാലം വെച്ച് ഞാൻ ഏതെങ്കിലും മൂലയ്ക്ക് ചുരുണ്ടു കൂടി കിടക്കുമെന്നോ? മൂർക്കം പാമ്പിന്റെ അടി നീ കാലൊടിച്ച് നോവിച്ചു വിട്ടത്. അല്ലെങ്കിൽ ഇത്രയും കൃത്യമായി നീ എൻ്റെ മുന്നിൽ വന്ന് ചാടില്ല. എൻ്റെ ഈ ചുള്ളിക്കമ്പ് പോലത്തെ രണ്ട് കാലം ഒട്ടിക്കുന്നേ. എന്നിട്ട്
ഈ മുറി തന്നെ അഡ്മിറ്റ് ആക്കാതെ വിടില്ലേ? ഏതാടി നിന്റെ വലത്തെ കാല്? ಹಲೋ ಹೇಳಿ ಮೇಡಮ್. ಹೌದು ಮೇಡಮ್, ಇಲ್ಲಿ ಕೆ ಆರ್ ಆಸ್ಪತ್ರೆಯಲ್ಲಿ ಏನೋ ಸಣ್ಣದಾಗಿ ಗಲಾಟೆಯಾಗಿ ಸ್ವಲ್ಪ ಜನ ಕರ್ಕೊಬಂದಿದ್ದೀವಿ ಮೇಡಮ್. 5 ಜನ ಇದ್ದಾರೆ ಮೇಡಮ್. ನೀವೇನು ಬರೋದು ಬೇಡ ಮೇಡಮ್, ನಾವೇ ಎಲ್ಲ ಮ್ಯಾನೇಜ್ ಮಾಡ್ತೀವಿ മേഡം. ഓക്കെ മേഡം. നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഇപ്പോൾ പറഞ്ഞു തീർക്കണം. മേഡം വന്നു കഴിഞ്ഞാൽ അടിച്ച് തീർത്ത് കളയും. കാലൊടിഞ്ഞു കിടക്കുന്ന എന്നെ കാണാൻ വന്ന സാറേ ഇവര് 1-2 പറഞ്ഞു വെറുതെ തമാശ. അയ്യോ ഇതാണോ മാഡം? ಹಾಸ್ಪಿಟಲಲ್ಲಿ ಗಲಾಟೆ ಮಾಡಕ್ಕೆ ಯಾರೋ ನಿನಗೆ ಲೈಸೆನ್ಸ್ ಕೊಡ್ತಾರ? ಅಲ್ಲ ಮೇಡಮ್, ಅವತ್ತು ನಮ್ಮ ಫ್ರೆಂಡ್ಸ್ ಸ್ವಲ್ಪ ಫ್ಯಾಮಿಲಿ ಮ್ಯಾಟರ್ ಡಿಸ್ಕಸ್ ಮಾಡುವುದು. ಯಾಕೆ ಮರ್ಯಾದೆಯಿಂದ ಬದುಕಾಗಲ್ವಾ? ಹೌದು, ಯಾಕೆ ಸುಳ್ಳಿಸ್ತಿದೀಯಾ? ಕುಬೇರ ಕುಬೇರ കുബേരൻ അതെ സർ, സർ ഞാൻ ഓമനക്കുട്ടാ, സാർ എന്നെ അറിയൂ? ಅದು ಹಾಸ್ಪಿಟಲಲ್ಲಿ ಪಲ್ಲವಿ ರೈಟ್? യെസ് സർ. ಅವರ ಹೆಸರು ಪಲ್ಲವಿ. സർ, എൻ്റെ കൂടെ ഒരാൾ കൂടിയുണ്ട്, ഫ്രണ്ടാണ്. പക്ഷെ ഞങ്ങളൊരു കുഴപ്പം ഉണ്ടാക്കിയിട്ടില്ല സർ. അവരാണ് ഉപദ്രവിക്കാൻ. ഫ്രണ്ടിന്റെ പേരെന്താ? ഓമനക്കുട്ടൻ. വിച്ച് ഓമനക്കുട്ടൻ? You mean this guy? അതെ സർ. എനി പ്രോബ്ലം സർ? He's not ഓമനക്കുട്ടൻ. No, Mr. SP. You got enough to look for. Do that and don't raise this issue again. Yeah, sure. സർ, Cigarette. സർ വിൽസാണ്. Yeah. ഇതാ സർ. സാർ ഞാൻ പോയിക്കോട്ടെ പ്ലീസ്. സാർ പ്ലീസ്. ഓൺലൈൻ ലോട്ടറി തട്ടിപ്പ് കേസിൽ നമ്മൾ അന്വേഷിക്കുന്ന മലയാളി ഇവനാണെന്ന് സംശയമുണ്ട് സർ.
എന്താ തന്റെ പേര്? സർ ഓമനക്കുട്ടൻ. പറഞ്ഞു വിടൂ. ಸರ್. ಅವನೊಂದು ಆಯ್ಕಿಲ್ಲ. ಇವನ್ ಐಡಿ ಎಲ್ಲ ಚೆಕ್ ಮಾಡಿದ ಮೇಲೆ ಇವನೇ ಅನ್ನಿಸ್ತೀರಾ? ಸುಮ್ಮನೆ ಅವ್ರನ್ನ ಕನ್ಫ್ಯೂಸ್ ಮಾಡ್ತೀರಾ? സർ ദാ സർ, ഇവൻ ഓമനക്കുട്ടനല്ല സർ. ഇവൻ നമ്മൾ അന്വേഷിച്ചിട്ടുള്ള കേസിലെ എന്നെ ചീറ്റ് ചെയ്യാന്ന് അറിയാ നീ? ജെറി തോമസ്. നീ അതും കള്ളപ്പേരാണോടാ? അല്ല സർ, ജയിലിൽ നിന്നാണ് സാർ ഞാൻ വന്നത്. അവിടെ സാർ ഞാൻ വളർന്നതും ആ നശിച്ച പാത്ത് കാരണം സാർ ഞാൻ ഇനി എനിക്ക് അങ്ങോട്ട് പോകണ്ട സാർ. അതുകൊണ്ട് സാർ ഞാനിങ്ങനെ ഫ്ലാഷ് ബാക്ക് പറഞ്ഞ് രക്ഷപ്പെടാന്ന് കരുതണ്ട നീ. ആ ഓൺലൈൻ പോർട്ടൽ ഹാക്ക് ചെയ്തത് നീ തന്നെയല്ലേ? സർ പ്ലീസ്. നിനക്കിതിൽ നിന്നും അത്ര പെട്ടെന്നൊന്നും ഊറിപ്പോകാൻ പറ്റില്ല. മീഡിയ അറ്റൻഷൻ ഇതുപോലെ കിട്ടിയ വേറൊരു കേസ് ഈ അടുത്ത കാലത്ത് ഉണ്ടായിട്ടില്ല. ഒരു 4-5 കൊല്ലം ജയിലിൽ പോയി കിടക്കാം. ബാക്ക് ടു ബർത്ത് പ്ലേസ്. തെറ്റ് തന്നെയാണ് ചെയ്തത്. സാറിനെ രക്ഷിക്കണം. ഓമനക്കുട്ടൻ എവിടുന്ന് കിട്ടിയടാ എനിക്ക് ഈ പേര്? കുറച്ച് സമയത്തേക്ക് ഞാനും വിശ്വസിച്ചു പോയി. ഉള്ളത് പറഞ്ഞാൽ നിന്റെ മുഖത്തിന് ചേരുന്ന അത് തന്നെയാണ് ഓമനക്കുട്ടൻ. ആരും വിശ്വസിച്ചു പോകും. മിസ്റ്റർ ജെറി, ഒരു കാലത്തും ഈ കേസ് നിന്നിലേക്ക് എത്താതെ ക്ലോസ് ചെയ്യാൻ എനിക്ക് പറ്റും. പക്ഷെ ഞാനത് ചെയ്യണമെങ്കിൽ നീ ഒരിക്കൽ കൂടി ഓമനക്കുട്ടനാവണം. എന്നെ പറ്റിച്ച പോലെ നീ ഒരാളെ കൂടി പറ്റിക്കണം. എന്നെ വിട്ടേക്ക് സർ, ഇനി വയ്യ. ചന്ദ്രശേഖരനെ വേറോടെ പിഴുതെറിയാനുള്ള മുഴുവൻ ഡീറ്റെയിൽസും അന്ന് എനിക്ക് കിട്ടി. അന്ന് മുങ്ങിയ കള്ളൻ ചന്ദ്രനെ ഞാൻ അവനെ പൊക്കി. താഴെ സ്റ്റേഷനിൽ ഷട്ടിപ്പുറത്ത് നിർത്തിയിട്ടുണ്ട് ഞാനവനെ. ബട്ട് ജെറി അന്ന് മുതൽ മിസ്സിംഗ് ആയിരുന്നു. അവന് വേണ്ടിയുള്ള എൻ്റെ അന്വേഷണം അവസാനിച്ചത് ഈ പത്രവാർത്തയിലും. അപ്പോ ഈ ഓമനക്കുട്ടൻ ഇറ്റ്സ് ജസ്റ്റ് എ ഫേക്ക് നെയിം. ചില സിനിമയിലൊക്കെ കാണുന്ന പോലെ ഉണ്ട്. ഓക്കെ, ഈ ജെറി ഇപ്പോൾ എവിടെയുണ്ട്? പോലീസുകാരത്തല്ലേ? അത് പിന്നെ ഈ സാറ് പറഞ്ഞിട്ടല്ലേ? ഞാനാണോ അത് ഈ സാറാണോ നിനക്ക് ശരിക്കും സാർ? സാർ, നമ്മളിത് എങ്ങോട്ടാ പോകുന്നു? എൻ്റെ ഫ്രണ്ട് അവിടെ ഉണ്ടായിരുന്നു. ആ, നിനക്ക് പോകേണ്ട സ്ഥലത്ത് തന്നെ ഞാൻ നിന്നെ എത്തിക്കാവിടാ. സാർ എന്താ ചെയ്യണേ? സാർ എന്താ സ്റ്റേഷനിൽ തൊഴാൻ വന്നതാ. എന്തേ?
ഞാൻ എങ്ങനെയാ പോലീസ് സ്റ്റേഷനിൽ വന്നതെന്ന് നിനക്ക് അറിഞ്ഞൂടല്ലേ? അയ്യോ ഇല്ല സാർ, ഞാനെല്ലാം ഇല്ല, ഞാനിവിടെ 2-3 ദിവസം ഇല്ലായിരുന്നു. ഓ, സാർ നമുക്കിവരെ ഇവിടെ ഇറക്കി വിട്ടാലോ? വല്ല ബസ് പിടിച്ച് നോക്കുള്ളൂ. അവരവിടെ ഇരിക്കട്ടെ, നമുക്ക് അവരെ കൊണ്ട് ആവശ്യം വരും. അല്ല സാറ് എന്ത് ചെയ്യുമെന്ന് പറഞ്ഞില്ലല്ലോ, ബിസിനസ്സാണോ? ഞാനൊരു കഥ പറയാം. അതിന് പറ്റിയ സമയമാണല്ലോ. സാറ് സിനിമയിലാണോ? അതിന് സിനിമയിൽ എവിടെയാണ് ഉള്ള കഥ? സിനിമയിലെ ഇതൊക്കെ നടക്കൂ. ഞാൻ കഥ പറയാം. അത്ര വലിയ മാന്യനൊന്നും അല്ലെങ്കിലും എന്നാ അത്ര തൊട്ടിയോ അല്ലാത്ത ഒരു ബിസിനസ്സുകാരൻ മുതലാളിയാണ് ഈ കഥയിലെ ഹീറോ. പുള്ളി വളരെ കഷ്ടപ്പെട്ട് രാപകൽ അധ്വാനിച്ച് പോലീസിന്റെ ഇടിയും നാട്ടുകാരുടെ പ്രാക്കും ഒക്കെ സഹിച്ച് അദ്ദേഹത്തിന്റെ കമ്പനി 10 പേരെ അറിയുന്ന ഒരു നിലയിലേക്ക് ഉയർത്തിക്കൊണ്ടുവന്നു. അങ്ങനെ വലിയ അലമ്പൊന്നുമില്ലാതെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ദിവസം ആ കമ്പനിയിൽ പുതുതായ ഒരുത്തൻ ജോലിക്ക് ജോയിൻ ചെയ്തു. അവനെ കണ്ടാലൊരു അയ്യോ പാവൻ ലുക്കൊക്കെ ഉണ്ടെങ്കിലും ആളുകളെ ഫോൺ ചെയ്ത് പറ്റിക്കാൻ അവൻ ബഹുമെടുക്കനായിരുന്നു. വെറും ഒരൊറ്റ മാസം കൊണ്ട് അവൻ ആ കമ്പനിയിലെ നമ്പർ 1 എംപ്ലോയി ആയി. ഈ പാവം മുതലാളി അവനെ ഒരുപാട് സ്നേഹിച്ചു, വിശ്വസിച്ചു, ഇടയ്ക്കിടയ്ക്ക് ഓരോ അവാർഡും കൊടുത്തു. പിന്നെ ഒരു ദിവസം ഇവനൊരു പെണ്ണ് കേസിൽപ്പെട്ട് നാറിയപ്പോ വിളിച്ചുപദേശിച്ചു. എന്നിട്ടും അങ്ങനെ ഇരിക്കേ ഒരു ദിവസം പെട്ടെന്ന് ഇവനെ കാണാതെ ആർക്കും ഒരു പിടിയില്ല ഇവനെവിടെ പോയി. അതിന്റെ പിറ്റേ ദിവസം എന്താ റെയ്ഡ് എന്നും പറഞ്ഞ് പോലീസ് ഓഫീസിലേക്ക് കയറി വരണം. അതുവരെ ഈ മുതലാളി രഹസ്യമാക്കി വെച്ചിരുന്ന പല രേഖകളും പോലീസിന്റെ കയ്യിലായി. പാവം മുതലാളി ഒരാഴ്ച പോലീസിന് പിടികൊടുക്കാതെയൊക്കെ മുങ്ങി നടന്നെങ്കിലും അവസാനം പോലീസിന്റെ വലയിൽ തന്നെ വീണു. അയ്യോ, ഇനി നിങ്ങൾ പറ, ശരിക്കും എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക? അയാളുടെ കഥ ഒരു സീൻ പോലും ഇല്ല. പക്ഷെ യൂത്തിന് ഇഷ്ടപ്പെടും. ആ മുങ്ങിയ എംപ്ലോയി പണി തന്നായിരിക്കും സാർ. എനിക്ക് ഉറപ്പാ അവൻ തന്നെ ഈ കഥയിലെ വില്ലൻ അല്ലേ? അതെ, അവൻ തന്നെ വില്ലൻ. ആ മുതലാളി കഷ്ടപ്പെട്ടുണ്ടാക്കിയതൊക്കെ പോലീസ് കൊണ്ടുപോയി. കൈ കിട്ടിയതെല്ലാം എടുത്തിട്ട് അയാളുടെ ഭാര്യ അയാളെ ഇട്ടിച്ചു. കഷ്ടമാണ് അയാളുടെ കാര്യം. ഇതൊക്കെ പോരാഞ്ഞിട്ട് ആ മുതലാളിയെ നേരി കണ്ടപ്പോ അവൻ ഒന്നും അറിയാത്ത പോലെ കിടന്ന് പൊട്ടം കളിക്കുക. എന്നെ ശരിക്കും അറിയില്ല സാറേ, അതിന് എന്നോട് എന്തിനാ ചൂടാവുന്നേ? ഓക്കെ 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 ഈ കഥയിൽ ആ പാവം മുതലാളി ഞാനാണെന്ന് നിങ്ങൾ വിചാരിച്ചു. എന്നെ ചതിച്ചവനെ എന്റെ കൈ കിട്ടിയ ഞാൻ എന്ത് ചെയ്യണം? തിരിച്ചും ചതിക്കണം സാറേ. അവന്റെ കമ്പനിയിൽ സാറ് ജോലിക്ക് കയറിയിട്ട് അവനെ തിരിച്ചും ചതിക്കണം. ശരി, ഓമനക്കുട്ടൻ പറ, ഞാൻ എന്ത് ചെയ്യണം? മിനിമം അവന്റെ കയ്യും കാലെങ്കിലും തല്ലുപിടി അല്ലേ? അവനെ അങ്ങ് കൊന്നു കളഞ്ഞാലോ? നല്ലതാ സാറേ. അത്രയ്ക്ക് വേണം? വർഷങ്ങൾ കൊണ്ട് കഷ്ടപ്പെട്ട് ഞാൻ സമ്പാദിച്ച എന്റെ ബിസിനസ്, എന്റെ സ്റ്റേറ്റസ്, എന്റെ ബാങ്ക് ബാലൻസ്, എന്റെ വീട്, എന്റെ ഭാര്യ എല്ലാം ഒരൊറ്റൊരുത്തം കാരണം തൊലഞ്ഞില്ലേ? അതെ, എന്നാലും നിങ്ങൾ ഈ കൊട്ടേഷൻ വർക്കൊക്കെ ഏറ്റെടുത്ത് ചെയ്യുന്ന ആൾക്കാരല്ലേ? ഞാനൊരു വർക്ക് ഏൽപ്പിച്ചാൽ ചെയ്യാൻ പറ്റും. ബെസ്റ്റ്. സാറിന് വേറെ ആരും കിട്ടിയില്ല. നീ അങ്ങനെ അങ്ങ് കൊച്ചാക്കല്ലേ. ഇവന്മാരെ കണ്ടാൽ വലിയ ലുക്കിൽ തന്നെ ഉള്ളൂ. സാറേ, ആരാള്? സാറിന്റെ ഫോട്ടോ വല്ലതും ഉണ്ടോ? എടാ മണ്ട, ഇത് കഥയാണ്. കഥയിലെന്താ ഫോട്ടോ ഉണ്ടാവില്ല? ഉണ്ടോ സാർ? ഫോട്ടോ ഉണ്ടോ? പോലീസിന്റെ ചാരനായിട്ട് കള്ളപ്പേരിൽ എന്റെ ഓഫീസിൽ കയറി പറ്റി കൂടെ നിന്ന് പണി നിന്നിട്ട് ഇപ്പൊ നാടകം കളിക്കും.